ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേയിലത്തെ ഒരു സ്റ്റഡി വ്ലോഗാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. കാരണം നമുക്ക് ബയോളജി അതുപോലെ ഫിസിക്സൊക്കെ മൺഡേ ട്യൂസ്ഡേ ആയിട്ട് എക്സാം വരുന്നതുകൊണ്ട് തന്നെ ഇന്ന് നാളെ ഇരുന്ന് ശരിക്കും പഠിക്കണം. ഞാൻ ഇന്നലെയും പഠിച്ചിട്ടില്ല. ഇന്നലെ എനിക്ക് മിനിഞ്ഞാന്നത്തെ എൻ്റെ തലേന്നത്തെ ഉറക്ക ക്ഷീണം തീർക്കാൻ ഉള്ള ദിവസമായതുകൊണ്ട് ഇന്നലെയും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇന്നും നാളെയും പഠിക്കണം. ഞാനപ്പം എക്സാമിനറിൻ്റെയും സൈലത്തിൻ്റെയും എഡ്യൂപോർട്ടിൻ്റെയും ഇന്നലെ നടന്ന ക്ലാസ്സും ഇന്ന് നടന്ന ക്ലാസ്സിൻ്റെ ആ ഒരു ഷെഡ്യൂൾ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ നാളത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എഡ്യൂപോർട്ടിൻ്റെ ആണെങ്കിൽ ഇന്നലെ ബോട്ടണിയുടെ മാരത്തോൺ ആയിരുന്നു. ഇന്ന് കറണ്ട് ഇലക്ട്രിസിറ്റി, ഫിസിക്സ്, പിന്നെ സുവോളജി മാരത്തോൺ ഉണ്ട്. എക്സാമിനറിൻ്റെ ആണെങ്കിൽ ഇന്നലെ ഫിസിക്സിൻ്റെ മാരത്തോൺ ആയിരുന്നു. അത് കാണാൻ ഇരുന്നായിരുന്നെങ്കിൽ മൊത്തം ഒന്ന് കംപ്ലീറ്റ് ആയി പോയേനെ. കാരണം ഫിസിക്സ് എനിക്ക് കറണ്ട് ഇലക്ട്രിസിറ്റി ഒഴിച്ച് ബാക്കിയൊക്കെ ഏറെക്കുറെ അറിയാവുന്ന ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ആക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നലെ ഇരിക്കാൻ ഒരു മൂഡ് വന്നില്ല, ഉറക്കവും ശരിയായില്ലായിരുന്നു. അപ്പോൾ ഇന്നിനി ഫിസിക്സ് എക്സാമിനറിൻ്റെ നോക്കണം, പോരഞ്ഞിട്ട് ഇന്ന് രാത്രിയിലത്തെ ബയോളജിയുടെ മാരത്തോൺ നോക്കണം. നാളെ സൺഡേ വരുന്നത് ബയോളജിയുടെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ സൈലത്തിൻ്റെ ഇന്നലെ ഫിസിക്സിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. ഇന്നിനിയും ബയോളജിയുടെ മാരത്തോൺ ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ഞാൻ ഇന്ന് കാണുന്നത് ഫിസിക്സ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. പിന്നെ രാത്രിയിലത്തെ മാരത്തോണുകളും കാണും. പിന്നെ ഇന്ന് കാണാൻ പറ്റാത്ത മാരത്തോണുകൾ നാളെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നാളെ ഇനി ആകെ എക്സാമിനറിൻ്റെ മാത്രമേ ലൈവ് ക്ലാസ് ഉള്ളൂ. രാത്രി 50 ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെത്. ബാക്കി രണ്ടിൻ്റെ ലൈവ് ക്ലാസ് ഇല്ലല്ലോ. അപ്പം ഇന്ന് കാണാൻ പറ്റാത്ത ലൈവ് നാളെ കാണാം. ഇതിത്രയാണ് ഈ എജുബോട്ട് എക്സാമിന് സൈലത്തിൻ്റെ ഷെഡ്യൂൾ വരുന്നത്. അത് പോരാഞ്ഞിട്ട് നമുക്കിനിയും ഇത് ഏതൊക്കെ സമയത്ത് കണ്ടു തീർക്കണം എന്ന് വേണ്ടേ. ഇന്നലെ ഫ്രൈഡേയിലത്തെ പെൻഡിങ് ആയതുകൊണ്ട് ഈ 3 എണ്ണത്തിൻ്റെ വീഡിയോ കാണാനുണ്ട്. അതുകൊണ്ട് അതിനൂടെ നമ്മൾ സമയം കൊടുക്കണം. അപ്പോൾ ഇന്നിരുന്ന് കണ്ടു തീർക്കാനുള്ള ക്ലാസ്സുകളിൽ എജുബോട്ടിൻ്റെ ബോട്ടണി 3 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. അതുപോലെ എക്സാമിനറിൻ്റെ അത് അറൗണ്ട് ഒരു 4 മണിക്കൂർ മോളുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സൈലത്തിൻ്റെ ആണെങ്കിലും 3 മണിക്കൂർ 24 മിനിറ്റ്. ഈ ഫിസിക്സ് രണ്ടും ആദ്യം കണ്ടു തീർക്കണം, പിന്നെ ബോട്ടണി കണ്ടു തീർക്കണം. ബോട്ടണി നമുക്ക് ആകെ 2 ചാപ്റ്ററേ ഉള്ളൂ. അപ്പോൾ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ അത്ര കുഴപ്പമുള്ള ചാപ്റ്റർ അല്ല. എനിക്ക് ബയോടെക്നോളജിയാണ് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയത്. കാരണം ഒരു ബേസ് ഇല്ലാത്തോട്ട് തോന്നുന്നു. ഈ അവിടെ ഇവിടെ ഇങ്ങനെ ചെതറി ഇട്ടേക്കുന്നതുകൊണ്ട് ആ ഒരു ഓർഡർ പഠിച്ചു തരണം. അതിന് ഞാൻ എജുബോട്ടിൻ്റെ ദേവപ്രിയ എന്ന് പറയുന്ന ഒരു മിസ്സിൻ്റെ ക്ലാസ് ആയിരുന്നു കാണുന്നത്. ആ മിസ്സ് പഠിപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര നന്നായിട്ട് മനസ്സിലായിരുന്നു. അപ്പം അത് പിന്നെ ഇപ്പോൾ കുറച്ച് നാളായതുകൊണ്ട് ഈ റിവിഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ അതിൽ നിന്ന് ഇങ്ങനെ പതുക്കെ മറന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനി അതൊന്നുകൂടെ റീകളക്ട് ചെയ്തെടുക്കണം. പിന്നെ ഇന്ന് രാത്രി ഈ പറയുന്ന 3 ചാനൽസിൻ്റെ ലൈവ് ഉണ്ട്. അപ്പോൾ അതിനെയും അറ്റൻഡ് ചെയ്യണം. ഞാൻ എക്സാമിനറിൻ്റെ ആയിരിക്കും രാത്രി ലൈവ് കാണുന്നത്. ബയോളജി ഞാൻ കൂടുതലും എക്സാമിനറാണ്. ഫിസിക്സ് എക്സാമിനർ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ ബാക്കി 2 എണ്ണം കാണുന്നതെന്ന് വെച്ചാൽ എജുബോട്ടിൻ്റെ ബോട്ടണി കാണും കേട്ടോ. സൈലത്തിൻ്റെ പിന്നെ ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ യൂട്യൂബ് ക്ലാസ്സസ് ആണ് കാണുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ഞാൻ സൈലമാണ് കാണുന്നത്. മാത്സ് ആണെങ്കിൽ എജുബോട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സൈലവും കാണും. പിന്നെ എക്സാമിനറിൻ്റെ അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദിയൊക്കെ എക്സാമിനറാണ് കാണുന്നത്. ബാക്കിയെല്ലാം എക്സാമിനർ തന്നെയാണ് ഓൾമോസ്റ്റ് കാണുന്നത്. പക്ഷേ ഞാൻ മാത്സും അതുപോലെ ലാംഗ്വേജൊക്കെ വരുമ്പം വേറെ ചാനൽസും കാണാറുണ്ട്. പിന്നെ ഈ മാത്സിൻ്റെയൊക്കെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒക്കെ ഇതിൽ നിന്ന് ചെയ്യും. പക്ഷേ ഞാൻ ഈ എക്സാമിനറിൽ നിന്നും സൈലത്തിൽ നിന്നും ചെയ്യും. പക്ഷേ തിയറി സെറ്റാക്കുന്നത് എനിക്ക് എജുബോട്ടിൻ്റെ ക്ലാസ്സാണ് കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. പിന്നെ ബാച്ചിലെ ക്ലാസ്സും കാണുന്നുണ്ട്. പിന്നെ എനിക്ക് ബാച്ചിലെ ക്ലാസ് കുറച്ച് പെൻഡിങ് ആയിട്ടുണ്ട്. നീറ്റിൻ്റെ ക്ലാസ് ആണെങ്കിലും നല്ല രീതിക്ക് ഒരു പെൻഡിങ് ആയിട്ടുണ്ട്. ഈ ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് ആ ഒരു ക്ലാസ്സുകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഓണത്തിൻ്റെ അവധിക്കിരുന്ന് ഈ 10 ദിവസം കൊണ്ടിരുന്ന് വേണം ഇതെല്ലാം കണ്ടു തീർക്കാൻ. ഈ മാത്സിൻ്റെ എക്സാമിൻ്റെ ഞാൻ ഇന്നിപ്പം ക്രോസ് ചെക്ക് ഒക്കെ ചെയ്ത് നോക്കിയപ്പം ഏതാണ്ട് ഒരു ഫുൾ അല്ലെങ്കിൽ ഒരു 2 മാർക്ക് മാക്സിമം. ഞാൻ ഈ 2 മാർക്കിൻ്റെ കണക്ക് പറയുന്നത് ഞാൻ എവിടെയെങ്കിലും എപ്പോഴും ഒരു 1/2 മാർക്കെങ്കിലും കളയും. അതെ, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, വെറുതെ കളയും. അപ്പം അങ്ങനെ എന്തെങ്കിലും പോയാലേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ഫുള്ളോ അല്ലെങ്കിൽ 1-2 മാർക്ക് പോയാലേ ഉള്ളൂ. പിന്നെ അറിയത്തില്ല ഇനി അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും തെറ്റിച്ച് വെച്ചിട്ടുണ്ടോ. നീ എത്ര വായിച്ചു നോക്കിയാലും ചിലപ്പം ചില തെറ്റുകൾ കണ്ണിൽ പെട്ടെന്ന് പെടത്തില്ല. അപ്പോൾ അങ്ങനെ തെറ്റ് പറ്റി പോകുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വല്ലതും തെറ്റിയാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം കുഴപ്പമില്ല. പിന്നെ ഇന്നലത്തെ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഞാൻ ആൻസർ നോക്കിയപ്പോൾ 25/3 തന്നെയായിരുന്നു കേട്ടോ. 25/3. പിന്നെ ഏരിയ 15/2 തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ
ഞാനന്ന് കാണിച്ച ഗൈഡിനകത്ത് ഇതിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. അതിലെ ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ മാത്സിൻ്റെത് തലേന്നത്തെ ആ ലൈവുകളൊക്കെ കാണും. അതുപോലെ ഈ സൈലവും അതുപോലെ എഡ്ജ് പൊട്ടും എക്സാമിനറും ഒക്കെ ഈ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തില്ലേ ഓരോ ടോപ്പിക്കിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് ചെയ്തു. പക്ഷേ ഗൈഡിലെ ഞാൻ മൊത്തം ചെയ്ത അല്ല പോയെ. ഗൈഡിലെ കണ്ടിന്യൂറ്റിയും ഒക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഡിറ്റർമിനൻസും മെട്രിസസും ഒന്നും ഗൈഡിലെ ഫുൾ ചെയ്തില്ല. ബാക്കി 3 ചാപ്റ്റർ ചെയ്തു. അപ്പം അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ട്. അപ്പോൾ ചെയ്ത ആൻസറിൽ ഓൾമോസ്റ്റ് ശരി തന്നെയായിരുന്നു. ഇനി ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയുവാണെങ്കിൽ, ഫിസിക്സിൻ്റെ 4th ചാപ്റ്ററിൽ നമുക്ക് ഈ ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ല, സാധാരണ ലോറൻസ് ഫോഴ്സ് എന്താണെന്നും അതുപോലെ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എഫ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ സമ്മും അതുപോലെ ഇലക്ട്രിക് ഫോഴ്സിൻ്റെ സമ്മും ക്യു ഇ പ്ലസ് ക്യു ഇൻറ്റു വി ക്രോസ് ബി, അത് ക്യു ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി അത് എഴുതണം. അതുപോലെ ആ ഒരു ലോറൻസ് ഫോഴ്സ് ചോദിക്കുമ്പോൾ അതിൻ്റെ എക്സ്പ്രഷനോട് എഴുതുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റുകൾ, ഒരു ഗോസ് എന്ന് പറയുന്നത് 10⁻⁻4 ടെസ്ലയാണ്. ഈ ടെസ്ലയും ഗോസും ഒക്കെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ തന്നെ യൂണിറ്റുകളാണ്. പിന്നെ വരുന്നത് ഈ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഇൻ എ കറന്റ് ക്യാരിങ് ഓൺ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ, ഈ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു ടീച്ചർ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, മറ്റേ ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇല്ലേ, ലോറൻസ് ഫോഴ്സിൽ തന്നെ അല്ല, ലോറൻസ് ഫോഴ്സ് അല്ല, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൽ അത് ഇങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ ഓരോ ആംഗിളിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് സഞ്ചരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിൽ 90 ഡിഗ്രി വരുമ്പം അത് യൂണിഫോം സർക്കുലർ മോഷനിൽ പോകും. അതുപോലെ അക്യൂട്ട് ആംഗിൾ വരുന്ന സമയത്ത് ഈ 0ക്കും 90ക്കും ഇടയ്ക്ക് വരുന്ന സമയത്ത് ഹെലിക്സിൽ പോകും, ഹെലിക്കൽ പാത്ത് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. പിന്നെ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒന്നും ചോദിക്കാൻ തോന്നുന്നില്ല, പക്ഷേ ബയോട്ട്-സവാർട്ട്സ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വെക്റ്റർ ഫോമും അല്ലാതെ സ്കെയിലർ ഫോം പഠിച്ചു വെച്ചേക്കണം. ഇതാണ് വെക്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒരു എക്സ്പ്രഷൻ എഴുതിയാൽ മതി വെക്റ്റർ ഫോം എഴുതുമ്പോൾ. പിന്നെ ബയോട്ട്-സവാർട്ട്സ് ലോയും കൂളംസ് ലോയും അത് കമ്പയർ ചെയ്ത് എഴുതാൻ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ടീച്ചർ തന്ന നോട്ടാണ് ഇതെല്ലാം. പിന്നെ ഈ ഒരു ഡെറിവേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ ലൂപ്പ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. എത്ര മാർക്കിന് 4 5 എത്ര മാർക്കിന് ചോദിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ ആംപിയർ സർക്യൂട്ടല്ലോ അത് പഠിക്കണം, അതിൻ്റെ എക്സ്പ്രഷൻ, അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷനുകൾ, സോളിനോയിഡ്, അതുപോലെ ഒരു ക്ലോസ്ഡ് ആംപീരിയൻ ലൂപ്പ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട്, മറ്റേ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിങ് വയർ, പിന്നെ സോളിനോയിഡ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറന്റ് ക്യാരിങ് കണ്ടക്ടേഴ്സ്, അപ്പോൾ ഇതിൻ്റെ ഒരു ഡെറിവേഷൻ. അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഉണ്ട്. അത് പോരാഞ്ഞിട്ട് ടോർക്ക് ഓൺ എ കറന്റ് ലൂപ്പ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, അതിൻ്റെ പ്രിൻസിപ്പിളും, അതുപോലെ അതിനെ ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് ഒരു അമ്മീറ്റർ ആക്കുന്നത്, മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് വോൾട്ട് മീറ്റർ ആക്കുന്നത്, അതൊക്കെ നോക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ കാര്യമാണെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഈ എല്ലാ ഇക്വേഷനുകളും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കണക്കൊക്കെ ചോദിക്കുമല്ലോ, അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ റിലേഷൻ കണക്റ്റിംഗ് കറണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതുപോലെ കുറച്ച് റിലേഷനുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ റിലേഷനുകൾ, അതുപോലെ ഓംസ് ലോ, ഈ ഓമിക് കണ്ടക്ടേഴ്സ്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ്, അതൊക്കെ ചോദിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ അത് നോക്കി വെച്ചേക്കണം. എല്ലാ ടോപ്പിക്കും ഒന്ന് ഓടിച്ചു വിട്ടെങ്കിലും നോക്കി വെച്ചേക്കണം. പിന്നെ ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോയും ഓംസ് ലോ ഇൻ വെക്റ്റർ ഫോമും ചോദിക്കുമെന്ന് ടീച്ചർ പറഞ്ഞു. പിന്നെ ഉള്ളത് റിലേഷൻ കണക്റ്റിംഗ് EMF ആൻഡ് ടെർമിനൽ പൊട്ടൻഷ്യൽ. ഞാൻ പറഞ്ഞില്ലേ, റിലേഷനുകളുടെ എല്ലാം ഫൈനൽ ഇക്വേഷൻ എങ്കിലും ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചോദ്യം എല്ലാം ചോദിക്കുകയാണെങ്കിൽ ഈ കാൽക്കുലേഷൻ പ്രോബ്ലംസിലെ അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാം. പിന്നെ സെൽസിനെ സീരീസിലും പാരലലിലും കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഫക്റ്റീവ് EMF ഇല്ല, EMF അതിൻ്റെയൊക്കെ ഉണ്ടല്ലോ. അപ്പം എഫക്റ്റീവ് EMF അതെന്താണെന്ന് എഴുതണം. ആ ഒരു എക്സ്പ്രഷൻ അത് ഡിറൈവ് ചെയ്യാൻ നമുക്ക് പഠിക്കണമെന്ന് തോന്നുന്നു. അപ്പം ഡിറൈവ് ചെയ്യാൻ പഠിക്കണ്ടായിരിക്കും. പിന്നെ കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, അതുപോലെ തന്നെ വീറ്റ്സ്റ്റോൺ റിച്ച്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീറ്റ്സ്റ്റോൺ റിച്ച് എന്ന് പറയുന്നത് അത് എത്ര നല്ല മാർക്കിന് ചോദിക്കുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഏത് ക്ലാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് വീറ്റ്സ്റ്റോൺ റിച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്.
പിന്നെ ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പം കുറച്ച് ക്ലാരിറ്റി കുറവുള്ളൊരു ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്താത്തൊരു സൈസ് ചാപ്റ്ററാണ് എനിക്ക്. അപ്പം പിന്നെ ഇതിനകത്തിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്, സിസ്റ്റം ഓഫ് ചാർജ് നമുക്കങ്ങനെ ചോദിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ നമുക്ക് എളുപ്പമായിട്ട് എഴുതാൻ പറ്റുന്നത്. പിന്നെ റിലേഷൻ കണക്റ്റിംഗ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, അത് കഴിഞ്ഞ് യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിൻ്റെത്. പിന്നെ അതാ ഈ ഒരു ഇത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്, പിന്നെ ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടർ ആ ഒരു പ്രോപ്പർട്ടീസ്, പിന്നെ ഇക്വി പൊട്ടൻഷ്യൽ സർഫേസും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കണം. അതിൻ്റെ ഓരോന്നിൻ്റെ ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുകൊണ്ട് അറിയണം കേട്ടോ. ഞങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് ആണെന്ന് തോന്നുന്നു നടത്തിയ സമയത്ത്, ഇത് എക്സാമിനറിൻ്റെ എക്സാം നടത്തിയ സമയത്ത്, മോഡൽ എക്സാം നടത്തിയ സമയത്ത് ഇതാ ഇത് ചോദിച്ചായിരുന്നു, ഇത് ചോദിച്ചു, അതുപോലെ ഇതും ചോദിച്ചായിരുന്നു. പിന്നെ വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ഡൈപോൾ, ഒരു ടോർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പഠിച്ചു വെച്ചോ, കാരണം ഇമ്പോർട്ടൻ്റ്. പിന്നെ ഡൈലക്ട്രിക് പോളറൈസേഷൻ, ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു ഇക്വേഷനുകളൊക്കെ ഉണ്ടല്ലോ, Q = CV. അതുപോലെ കപ്പാസിറ്റൻസ് ഒരു ജോമെട്രിക്കൽ കോൺഫിഗറേഷൻ അല്ലെ ഷേപ്പ് സൈസ് സെപ്പറേഷൻ അതൊക്കെ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലാതെ അതിൻ്റെ ആ ഒരു ഇക്വേഷൻ Q = CV, അപ്പോൾ C = Q/V എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് Qനെയും Vയെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എഫക്റ്റ് ഓഫ് ഡൈലക്ട്രിക് കപ്പാസിറ്റൻസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിൻ്റെയൊക്കെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുക്കാനും. ഞാൻ ഇതാ ഉദ്ദേശിച്ചത് മുമ്പേ, സെൽസിൻ്റെ എഫക്റ്റീവ് EMF എന്ന് പറഞ്ഞുകൊണ്ട് കപ്പാസിറ്റൻസ് ആണ് ഉദ്ദേശിച്ചത്. ഈ കപ്പാസിറ്റൻസിൻ്റെ ഇത് ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. പിന്നെ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, അതൊക്കെ ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 1 കൂളംബ് തന്നിട്ട് അതിനകത്തിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഹൗ മെനി ഇലക്ട്രോൺസ് ഫോം 1 കൂളംബ് ഓഫ് ചാർജ്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഈ ക്ലാസ്സുകളുടെ ഒക്കെ എക്സാമിനറിൻ്റെ ജിപ്പോട്ടർ സൈലൻസിൻ്റെ ഒക്കെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ന്യൂമറിക്കലായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് നോക്കി വെച്ചോണം. പിന്നെ അതുപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ε0, അതുപോലെ 1/4πε0, ഇതിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് കാണാൻ പഠിച്ച് വെച്ചേക്കണേ. കൂളംസ് ലോ ഇൻ വെക്റ്റർ ഫോം. പിന്നെ ഇലക്ട്രിക് ഫീൽഡൊക്കെ ഇല്ലേ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷനൊക്കെ വേണം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഡൈപോൾ, അതൊക്കെ പഠിച്ചു വെക്കണം. അതൊക്കെ ചോദിക്കുമായിരിക്കും എന്നാണ്, ചോദിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ടീച്ചർ ഇതെല്ലാം പറഞ്ഞത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഇൻ ദ ആക്സിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ, അതുപോലെ ഇക്വറ്റോറിയൽ ലൈൻ്റെത് അതായത്. പിന്നെ ടോർക്ക്, ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ എവിടെ ടോർക്ക് കണ്ടാലും അതെല്ലാം നോക്കി വെച്ചേക്കാം. ടോർക്കിൻ്റെത്, ടോർക്കിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ. പിന്നെ ഗോസസ് ലോ, അതുപോലെ അതിൻ്റെ പ്രൂഫ്, ഇലക്ട്രിക് ഫ്ലക്സ് φ = E.ds, അതുപോലെ മറ്റേ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ ഗോസസ് ലോ അനുസരിച്ചുള്ള φ = 1/ε0 Q. ഇത് ഇത്രയും പഠിക്കണം. പിന്നെ ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻസ് 3 ഉണ്ട്, അത് 3 പഠിക്കണം. അതിൻ്റെ ഇക്വേഷനുകളും കാണാൻ പഠിക്കണം, കാരണം അതിൽ നിന്നാണ് ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നത്, ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മുമ്പത്തെ പ്രീവിയസ് ഇയർ നോക്കിയപ്പോഴാണെങ്കിലും അതിനകത്ത് ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനൊക്കെ ചിലതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് HSS ലൈവ് ഗുരു തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. അതിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, എന്നാലും ഒരുപാടൊന്നുമില്ല, തിയറിയാണ് കൂടുതൽ, ഡെറിവേഷനുകളുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. ഇത്രയാണ് ഫിസിക്സിൽ ടോട്ടലായിട്ട് എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് തോന്നുന്നു. പരീക്ഷയ്ക്ക് ഇതെല്ലാം കൂടെ വരാൻ പറ്റത്തില്ല, എന്നാലും ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കും പരീക്ഷയ്ക്ക് ഇടുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ ടോട്ടൽ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നിയത് ഇതൊരു ടീച്ചർ പറഞ്ഞതും ക്ലാസ്സുകളിൽ കണ്ടതുമല്ല, ഞാൻ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് ബയോളജിയുടെ ഇതോട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, കാരണം ഞാൻ ഇന്നത്തേക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക, കാരണം ഇപ്പം തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഇതിൽ കൂടുതൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.